ഹലോ കൂട്ടുകാരെ, ഡിമോണ്ടി എന്ന് പേരുള്ള ഒരു സായിപ്പ്. അയാളാണെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഒരു സ്വർണ്ണമാല കൊടുക്കുകയാണ്. ആ ഒരു സ്വർണ്ണമാലയുടെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 100 കോടിയോളം വരും. ആ ഒരു മാല തന്റെ ഭാര്യയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഡിമോണ്ടിക്കാണെങ്കിൽ തന്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ബംഗ്ലാവിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഡിമോണ്ടി തിരിച്ചു വന്നപ്പോഴത്തേക്കും അയാളുടെ ഭാര്യനെ അവിടുത്തെ സെർവന്റ് ആണെങ്കിൽ റേപ്പ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നീട് കഥ കാണിക്കുന്ന 100 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സായിപ്പിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബംഗ്ലാവിലേക്ക് കുറെ ആൾക്കാർ ആ സ്വർണ്ണമാല എടുക്കാൻ വേണ്ടി പോകുന്നതും അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പേടിയുള്ളവരാണെങ്കിൽ ദയവായിട്ട് സിനിമ കാണാതിരിക്കുക. പ്രത്യേകിച്ച് രാത്രി കൂടിയാണെങ്കിൽ തീർന്ന്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൂവി എക്സ്പ്ലേഷൻ വീഡിയോ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രാഘവൻ എന്നൊരു ചെറുപ്പക്കാരനെയാണ്. താൻ എഴുതിയ ഒരു തിരക്കഥയായിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അവൻ എഴുതിയിരിക്കുന്നത് ഒരു ഹൊറർ കഥയായിരുന്നു. എന്നാൽ അയാൾ ചെയ്യാൻ ആഗ്രഹിച്ചത് കുറച്ച് ഫൈറ്റ് ആൻഡ് ഡാൻസ് ഒക്കെ ഉള്ള ഒരു പടമായിരുന്നു. അത് കാരണം അവന്റെ തിരക്കഥയാണെങ്കിൽ അയാൾ റിജക്ട് ചെയ്തു. അടുത്തതായിട്ട് ഈ രാഘവന്റെ കൂട്ടുകാരനായിട്ടുള്ള സുജിത്തിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഒരു പ്ലംബർ ആയിരുന്നു. എന്നാൽ മര്യാദയ്ക്കാണെങ്കിൽ ഒരു വർക്കും അവന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും കസ്റ്റമേഴ്സ് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആഗ്രഹിച്ച കാശും അവന്റെ ജോലിയിൽ അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ഈ രാഘവന്റെയും സുജിത്തിന്റെയും കൂട്ടുകാരനായിട്ടുള്ള വിമലിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയായിരുന്നു. എന്നാൽ അവന്റെ വർക്കിനെ അവന്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു രീതിയിൽ മെച്ചപ്പെടാത്ത കാരണം അവർ 3 പേര് സങ്കടത്തിലായിരുന്നു. ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവർ വെള്ളമടിക്കാൻ ബാറിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ആരുടെ കയ്യിലും 10 പൈസ ഇല്ല. എന്നാൽ ശ്രീനിയെ വിളിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. ശ്രീനിയാണ് നമ്മുടെ മൂവിയിലെ നായകൻ. അവനെ ഫോൺ ചെയ്യുമ്പോൾ ആകട്ടെ അവനാണെങ്കിൽ ഒരു വലിയ വീട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് അവന്റെ സ്വന്തം വീടല്ല. അവിടെ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്തു വരുന്ന കാരണം ഇവരാണെങ്കിൽ അവനെ ഒരു ദിവസത്തേക്ക് അവരുടെ വീട്ടിൽ വിളിച്ച് നിർത്തിയേക്കാണ്. എന്നാൽ അതൊന്നുമല്ല. ആ വീട്ടിലെ ഉള്ളി അരിയുന്ന മുതലേ എല്ലാ പണിയും അവനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. ഇതിനൊരു വേലക്കാരി വെച്ചാൽ പോരെ എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ കറക്റ്റ് സമയത്ത് തന്നെ അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ജോലിയെല്ലാം തീർത്തിട്ട് നേരത്തെ തന്നെ എത്തുന്നു. ഹസ്ബൻഡ് വന്നതും അവരാകട്ടെ ഇവനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് അവരുടെ പേസിൽ നിന്ന് ഒരു 2000 അവന് കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. വീടിന്റെ ബാക്കിലുള്ള പൈപ്പ് വഴി അവൻ താഴേക്ക് ഇറങ്ങുന്നു. ഇത്രയും നാണം കെട്ട പണിക്ക് വന്നിട്ട് ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്നതിൽ അവൻ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ശ്രീനിയാണെങ്കിൽ നേരെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു ബാറിലിരുന്ന് അവർ മദ്യപിക്കുകയായിരുന്നു. 4 പേരും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. തങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രി കൊള്ളാം, നമുക്കൊരു അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ. ഇവിടെ അടുത്ത് ഡിമോണ്ടി കോളനി എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട്. നമുക്ക് അവിടേക്ക് പോകാമെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ സുജിത്തിനാണെങ്കിൽ അതൊക്കെ വലിയ പേടിയായിരുന്നു. വേണ്ടാന്ന് അവൻ പറഞ്ഞിട്ടും അവന്റെ കൂട്ടുകാരാണെങ്കിൽ അവനെ നിർബന്ധിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ ബംഗ്ലാവ് പുറത്തു നിന്ന് കാണാൻ തന്നെ നല്ല പേടിയാകുമായിരുന്നു. അകത്തേക്ക് കടന്നപ്പോഴാകട്ടെ എല്ലാം തന്നെ തകർന്ന് അരിപ്പണമായി കിടക്കുകയാണ്. അതിനുള്ളിൽ നിറയെ കാടും പടലയൊക്കെ ആയിരുന്നു. അവരാണെങ്കിൽ മൊബൈലിന്റെ വെളിച്ചത്തിൽ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സുജിത്ത് ആകട്ടെ തനിക്ക് പേടിയാകുന്നു, തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരാണെങ്കിൽ നിർബന്ധിക്കുകയാണ്. എന്നാൽ ഈ തക്കം നോക്കി വിമല് പറയുന്നുണ്ട്, നമുക്ക് ഇവനെ ഒന്ന് പേടിപ്പിക്കാമെന്ന്. അങ്ങനെ സുജിത്തിനെ ഒരിടത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കി എല്ലാവരും പല വഴിക്ക് മുങ്ങുന്നുണ്ട്. സുജിത്താണെങ്കിൽ പേടിച്ചിട്ട് കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ 4 പയ്യന്മാർക്കും അറിയില്ലായിരുന്നു അവർ വന്ന് കയറിയിരിക്കുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണെന്ന്. ശ്രീനിയാണെങ്കിൽ മറ്റൊരിടത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് തന്റെ ബാക്കിൽ ആരോ ഉണ്ടെന്ന് അവന് തോന്നുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും തന്നെ കാണുന്നില്ല. സുജിത്താണെങ്കിൽ അപ്പോഴും അവിടെ കിടന്ന് കൂട്ടുകാരെ വിളിക്കുകയാണ്. എടാ ഒന്ന് വാട, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. രാഘവനാകട്ടെ മറ്റൊരു റൂമിലേക്ക് കയറുന്നു. എന്നാൽ എന്തോ ഒരു പന്തികേട് അവനും തോന്നുന്നു. അവനോടുണ്ടായിരുന്ന ഒരു ചെയറിലേക്ക് നോക്കിയതും പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോവുകയാണ്. കാരണം പ്രേതത്തെ പോലെ തോന്നിക്കുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ ആ ചെയറിൽ ഇരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അവർ മാഞ്ഞു പോവുകയും ചെയ്തു. ഈ ബംഗ്ലാവില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ കൂട്ടുകാരെല്ലാം കൂട്ടിയിട്ട് നേരെ സുജിത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. സുജിത്ത് ആകട്ടെ ആകെ പേടിച്ചുറച്ച് നിൽക്കുകയായിരുന്നു. അവനെയും കൂട്ടി അവർ എങ്ങനെയൊക്കെയോ ആ ബംഗ്ലാവ് വിട്ട് പുറത്ത് കിടക്കുന്നു. അവർ 4 പേരും ഒരു പഴകിയ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ മുതലാകട്ടെ സുജിത്ത് അവരോട് പറയുന്നുണ്ട്, നമുക്കൊരു ജോത്സ്യനെ പോയി കാണാമെന്ന്. അങ്ങനെ അവന്റെ നിർബന്ധം കാരണം അവർ പിറ്റേന്ന് തന്നെ ഒരു ജോത്സ്യനെ പോയി കാണുന്നു. അയാളാകട്ടെ അവരുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് താളിയോലകൾ തിരഞ്ഞെടുത്ത് അതിലൂടെയാണ് അവരുടെ ഭാവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീനിയുടെ ഫിംഗർ പ്രിന്റ് കണ്ടിട്ട് അത് വെച്ചെടുത്ത് താളിയോലയോട് അയാൾ പറയുന്നുണ്ട്, ഇത്രയും മോശപ്പെട്ട ഒരു ജാതകം ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. മോനെ നിനക്ക് മൊത്തം പ്രശ്നങ്ങളാണ്, മോശ സമയമാണെന്നൊക്കെ പറയുന്നുണ്ട്. വിമലിന്റേതാകട്ടെ അതിനേക്കാളും മോശമാണെന്നാണ് അയാൾ പറയുന്നത്. അടുത്തതായിട്ട് സുജിത്തിന്റേത് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നു. എന്നാൽ വേണ്ട എന്ന് സുജിത്ത് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല, നിനക്കെല്ലാവരും നിർബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഫ്യൂച്ചർ അവർ നോക്കുന്നു. എന്നാൽ സുജിത്തിന്റെ ഫ്യൂച്ചർ പറയാനുള്ള താളിയോല അവിടെ ഇരിപ്പില്ലായിരുന്നു. കുറച്ചൊക്കെ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നതെന്നും അയാൾ പറയുന്നു. ഞാനാണെങ്കിൽ ആ ഒരു താളിയോല അവിടെ നിന്നും എടുപ്പിച്ചു കൊണ്ടുവരാം, എന്നിട്ട് ഞാനത് നോക്കിയിട്ട് പറയാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് പൈസയും കൊടുക്കാതെ ശ്രീനിയാണെങ്കിൽ കൂട്ടുകാരെയും വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് ശ്രീനി തന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ആ ഒരു ജോത്സ്യനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നൊന്നും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നും. എന്നാൽ ഫോണിലോട് പറയാനവൻ പറയുന്നു. അയാളാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നു. എല്ലാം മുറിഞ്ഞു മുറിഞ്ഞാണ് കേൾക്കുന്നത്. അത് കാരണം വീണ്ടും ജോത്സ്യന്റെ അടുത്തേക്ക് ശ്രീനി പോവുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാകട്ടെ നിറയെ ആൾക്കൂട്ടമായിരുന്നു. അവൻ നോക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു ജോത്സ്യനില്ലേ, അയാളാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് നിൽക്കുകയാണ്. ആൾക്കാർ പറയുന്നത് എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നമാണെന്ന്. എന്നാൽ കുറച്ചു മുമ്പ് തന്നെ വിളിച്ച ആൾ എങ്ങനെ
എങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് ആലോചിച്ചിട്ട് അവൻ നിൽക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഇതൊന്നും കൂട്ടുകാരോട് പറയുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരും ഇരിക്കുന്നത് രാഘവനാണെങ്കിൽ അന്ന് അവർ പോയിട്ടുള്ള ഡിമോണ്ടി കോളനിയെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ അവൻ കണ്ടെത്തിയിട്ട് തന്റെ കൂട്ടുകാരോട് പറയുന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരത്തിലാണെങ്കിൽ ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഡിമോണ്ടി എന്നായിരുന്നു. എന്നാൽ അയാളുടെ വൈഫിനാണെങ്കിൽ മാനസിക നില തകരാറിലാവുകയും അസുഖം ബാധിക്കുകയും ചെയ്തു. അതോടുകൂടി വീൽ ചെയറിൽ തന്നെയാണ് ഇരിപ്പ്. അയാൾക്കാണെങ്കിൽ അവരുടെ വൈഫിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളുടെ പിറന്നാളിന് സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് വലിയ സ്വർണ്ണപ്പട്ടക്കാരെ എല്ലാം വിളിച്ചിട്ട് അമൂല്യമായിട്ടുള്ള നിധികൾ പതിപ്പിച്ച ഒരു മാല അവർക്ക് വേണ്ടി പണിയുന്നു. അത് അവൾക്ക് അയാൾ സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ രാജ്യത്തിന്റെ പലയിടത്തും ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ വിറ്റിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രം ബിസിനസ് നടത്തി ജീവിക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ അയാൾക്ക് കൂടുതൽ സമയം അയാളുടെ വൈഫിനോട് ചെലവഴിക്കാം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ബാക്കി ബിസിനസ്സുകളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു യാത്ര പോകുന്നു. വൈഫിനെ നന്നായിട്ട് നോക്കണമെന്ന് സർവൻസിനെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് അയാൾ പോകുന്നത്. എന്നാൽ അയാൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നതെന്ന് അറിയാമോ? അയാളുടെ വൈഫിനാണെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായിട്ടാണ് അയാൾ കാണുന്നത്. അവളാണെങ്കിൽ കൂടുതൽ ക്ഷീണിതയായിരുന്നു. അവളുടെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് ചെറിയ മുറിവുകളുണ്ട്. ഒരു ഡോക്ടറിനെ വിളിച്ച് കാണിക്കുമ്പോഴാണ് അയാളെ ഞെട്ടിക്കുന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നത്. അയാളുടെ വൈഫിനെ ആരോ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു. അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പുറലോകം അറിയുകയും തനിക്കും തന്നെ വൈഫിനും ഒരുപാട് നാണക്കേട് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഡിമോണ്ടി പറയുന്നു. തന്റെ വൈഫിന്റെ അവസ്ഥ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുന്ന കാരണം അയാൾ തന്റെ ബ്രിട്ടനിലുള്ള മകനെ നാട്ടിലേക്ക് വരുത്തുന്നു. എന്നാൽ കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ അയാളുടെ മകനാണെങ്കിൽ മരിക്കുകയാണ്. അതോടുകൂടി തന്നെ ഡിമോണ്ടി ആണെങ്കിൽ വീണ്ടും കൂടുതൽ ഡിപ്രഷനിലേക്കായി. തന്റെ വൈഫിനെ റേപ്പ് ചെയ്തത് ആ ഒരു സർവൻസിൽ ആരെങ്കിലും ആണെന്ന് ചിന്തിച്ചിട്ട് അയാൾക്കാണെങ്കിൽ അവരോടെല്ലാം തന്നെ ദേഷ്യം തോന്നാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച നുട്ട് അയാളാണെങ്കിൽ എല്ലാവരെയും വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. ഇത് അറിഞ്ഞിട്ട് നാട്ടുകാരാണെങ്കിൽ ഡിമോണ്ടിയുടെ വീട് കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കി ഡിമോണ്ടി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്യാസ് സിലിണ്ടറിലേക്ക് വെടിവെക്കുകയും അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ആ വീട് മുഴുവൻ കത്തി നശിച്ചു. ഡിമോണ്ടിയും അയാളുടെ ഭാര്യയും ജീവനക്കാരും എല്ലാം തന്നെ അതിനുള്ളിൽ തന്നെ വെന്തു മരിച്ചു. ഇതിനെല്ലാം ശേഷം ഡിമോണ്ടിയുടെ ആത്മാവ് ആ ഒരു വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടേക്ക് പോയി ഒരുപാട് ആൾക്കാരാണെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഫ്രഞ്ചുകാരനാണെങ്കിൽ ആ ഒരു ബംഗ്ലാവ് വാങ്ങി പുതുക്കി പണിയാൻ തുടങ്ങി. ഒരു ദിവസം മാത്രമേ ആ ഒരു ജോലിക്കാര് അവിടെ പണിതുള്ളൂ. പിറ്റേ ദിവസം പണിക്കാരത്ത് അവരെ തേടി ആ റൂമിൽ പോയി നോക്കിയപ്പോഴാകട്ടെ അവരെല്ലാം തന്നെ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. പിന്നീട് പണി അവിടെ നിർത്തിയ ശേഷം അതിന് കാവലിന് വേണ്ടിയിട്ട് ഒരു ഗാർഡിനെ അവിടെ നിർത്തുന്നു. എന്നാൽ പിറ്റേ ദിവസം അയാളും അയാളുടെ ശരീരം മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീനിയും വിമലും. തൊട്ടപ്പുറത്തുള്ള സുജിത്താകട്ടെ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അതിനിടെ ഒരു അപ്പൂപ്പനാകട്ടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിമോണ്ടിയുടെ വൈഫിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു മാലയുണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടി പലരും അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് എടുത്തുകൊണ്ട് പോയവരെല്ലാം തന്നെ മരിച്ചു. ആ ഒരു മാലയാണെങ്കിൽ തിരിച്ച് ബംഗ്ലാവിലേക്ക് വരികയും ചെയ്തു. പക്ഷെ എനിക്ക് ഈ കഥകളി ഒന്നും തന്നെ വിശ്വാസമില്ലായിരുന്നു. ഇത് കേട്ടിട്ട് വിമല് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ വെറും കെട്ടുകഥകളാണെന്ന്. അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്നലെ അവിടേക്ക് കൂടിക്കൊണ്ട് പോയതെന്ന് രാഘവൻ പറയുന്നു. ഞാൻ അവിടെ പോയിട്ട് ആ ഒരു മാല എടുത്തു എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ബാഗിൽ നിന്നും ആ ഒരു മാല എടുത്ത് കാണിക്കുന്നു. ഈ മാല കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. നമ്മളെല്ലാവരും തന്നെ കോടീശ്വരന്മാരാകും. ഒരു വർഷത്തിന് ശേഷം നമുക്കാണെങ്കിൽ ഇത് ഒരുക്കി കുറേശ്ശെ വെക്കാം. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആ സമയത്താണെങ്കിൽ അവരുടെ വാതിൽ ആരോ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചു പോയി വാതിൽ തുറന്നപ്പോൾ ആകട്ടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്ന ബോയ് ആയിരുന്നു അത്. ഫുഡും വാങ്ങി അവർ ഡോർ അടച്ചിട്ട് അകത്തേക്ക് കയറുകയായിരുന്നു. പുറത്ത് കാറ്റ് നല്ലൊരു വീശുന്നുണ്ട്. കൂടാതെ മഴയുമുണ്ട്. ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് വിമല് പറയുന്നുണ്ട് നല്ല വൈബുണ്ട്, നമുക്കാണെങ്കിൽ ഒരു പ്രേതപ്പടം കണ്ടാലോ എന്നൊക്കെ. അങ്ങനെ അവർ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നു. രാഘവനാണെങ്കിൽ നല്ലൊരു പ്രേതപ്പടം ടിവിയിൽ പ്ലേ ചെയ്യുന്നു. പക്ഷെ ടി വി ഓൺ ആയതും അവരാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. കാരണം അവരെ തന്നെയാണ് ആ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അനങ്ങുന്നത് പോലും ഒന്നും തന്നെ ടിവിയിൽ അനങ്ങുന്നില്ല. അവരാണെങ്കിൽ ശരിക്കും പേടിച്ചു പോയി. ടി വി ആണെങ്കിൽ ഓഫ് ആക്കാൻ നോക്കിയിട്ട് ടി വി ആണെങ്കിൽ ഓഫ് ആവുന്നുണ്ടായിരുന്നില്ല. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ അവർ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അതിനിടെ വിമലിനാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു. അവനാണെങ്കിൽ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. യൂറിൻ പാസ് ചെയ്ത് മോൻ കഴുകാൻ വേണ്ടി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവൻ കണ്ണുകൾ മുഴുവനും വെള്ള കളറായി മാറിയിരിക്കുന്നു. എത്രയൊക്കെ മോൻ കഴുകിയിട്ടും തന്റെ കണ്ണ് ശരിയാകുന്നില്ല. അവനാണെങ്കിൽ ആകെ പേടിച്ച് വിളിക്കുകയാണ്. ആ സമയത്ത് അവൻ ആരോ ബാക്കിൽ നിന്ന് വലിച്ചെറിയുന്നു. അകത്ത് നിന്ന് കൂട്ടുകാരെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ കേൾക്കുന്നില്ല. കുറെ നേരമായിട്ടും അവനെ കാണാത്ത കാരണം ശ്രീനിയാണെങ്കിൽ ആ ഡോറിൽ പോയി മുട്ടുന്നുണ്ട്. എന്നാൽ അകത്തുനിന്ന് ശ്രീനിയാണെങ്കിൽ അവന്റെ സൗണ്ട് കേൾക്കുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ സംസാരം വിമലിന്റേതല്ലായിരുന്നു. വിമല് അവിടെ അടികൊണ്ട പോലെ താഴെ കിടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹീറ്ററിന്റെ വയർ വിട്ട് താഴെ വീണിട്ട് അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് വിമലാണെങ്കിൽ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ശ്രീനിയാണെങ്കിൽ വീണ്ടും രാഘവന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും കറണ്ട് പോയി. മുകളിൽ നിന്നാണെങ്കിൽ നന്നായിട്ട് വെള്ളം താഴേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ട്. അവിടെ ഇവിടേക്ക് ചോർച്ചയുണ്ട്. ശ്രീനിയാണെങ്കിൽ അവിടെ ഒരു പാത്രം എടുത്ത് വെക്കാൻ പോകുന്നു. രാഘവനാട്ടെ അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരി എടുത്തിട്ട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അവനത് കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതും അവന്റെ കണ്ണ് വെള്ള നിറമായി മാറി. ഇത് കണ്ട് ആകെ പേടിച്ചെടുക്കായിരുന്നു ശ്രീനി. രാഘവൻ നേരെ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന സുഹൃത്തിന്റെ കണ്ണിലേക്ക് ആ ഒരു മെഴുകുതിരി ഉരുക്കി ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട ശ്രീനിയാണെങ്കിൽ ഓടി വന്നിട്ട് അവനെ തല്ലുന്നുണ്ട്. ഇതേ സമയം
സമയം ആ ടേബിളിൽ ഇരുന്ന ആ ഒരു പെട്രോൾ എല്ലാം തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. രാഘവന്റെ ബാഗിലെല്ലാം തന്നെ പെട്രോൾ പരന്നിട്ടുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി അപ്പോഴും കെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഊതി കിടത്താൻ വേണ്ടിയിട്ട് ശ്രീനി പറയുന്നുണ്ട്. അവൻ അത് കേൾക്കാതെ നിൽക്കുകയാണ്. ശ്രീനി ആണെങ്കിൽ അത് ഊതി കെടുത്തുന്നു. എന്നാൽ ചെറിയൊരു തീപ്പൊരി ആണെങ്കിൽ അവന്റെ ശരീരത്തേക്ക് പോയി വീണതും അവന്റെ ശരീരത്തിലേക്ക് തീ ആളി പടരാൻ തുടങ്ങി. ശ്രീനി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് പോയിട്ട് വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു ബാത്റൂമിന്റെ ഡോറിൽ തട്ടിയിട്ട് താഴെ വീഴുകയാണ്. അവന്റെ തലയും അവിടെ ഇടിക്കുന്നുണ്ട്. ആ സമയത്തിന്റെ ബാത്റൂമിന്റെ ഡോർ തുറക്കുകയാണ്. അപ്പോഴാണ് മരിച്ച നിലയിൽ വിമലിനെ കാണുന്നത്. ഇത് കണ്ട് പേടിച്ചതും അവൻ ഓടി വന്നിട്ട് അവരുടെ മെയിൻ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു വാതിൽ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ ഒരു വാതിൽ തുറന്നപ്പോഴാകട്ടെ ഒരു വെള്ള വെളിച്ചം. ആ ഒരു വെള്ള വെളിച്ചം അങ്ങനെ ടിവിയിലാണ് നമ്മളെ കാണിക്കുന്നത്. ശരിക്കും നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവർ കണ്ടത് ആ ടിവിയിലാണ്. അവർ മൂന്നുപേരും അപ്പോഴും നോക്കി തന്നെ അവിടെ ഇരിപ്പുണ്ട്. അതിനർത്ഥം അവർ ഓരോരുത്തരായിട്ട് മരിക്കുമെന്നാണ് ആ ഒരു ടിവിയിലൂടെ അവർ കണ്ടിരുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പേടിച്ചു വിളിച്ച് വിമല് പോയിട്ട് ആ ഒരു ടി വി ഓഫാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല. പ്ലഗ് വലിച്ചു ഊരിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ബൾബ് ആണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കുന്നു. ഈ ഒരു മഴ സീസണിൽ എല്ലായിടത്തും ഇതേ അവസ്ഥയാണെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ പറ്റുവാണെങ്കിൽ ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. ചോദിക്കുന്ന ക്യാഷ് എത്ര മണിയിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിക്കുന്നു. ആ സമയത്ത് അവരുടെ ഡോറിന് പുറത്ത് ആരോ ഒന്ന് നിൽക്കുന്നതും സംസാരിക്കുന്നതും അവർ മനസ്സിലാക്കുന്നു. ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോർ തുറക്കാൻ നേരത്ത് വല്ലാത്തൊരു സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് കേട്ടിട്ട് അവരുടെ ചെവിയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അങ്ങനെ അവർ വീണ്ടും കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കുമ്പോൾ ആകട്ടെ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴല്ലേ അവിടേക്ക് വന്ന് ശരിയാക്കിയിട്ട് പോയെന്ന്, നിങ്ങൾ തന്നെയല്ലേ എനിക്ക് ക്യാഷ് തന്നെയെന്ന്. ഇത് കേട്ടതും അവരാകെ ഞെട്ടി പോവുകയാണ്. അപ്പോൾ അതിനർത്ഥം പുറത്ത് സംസാരിച്ചത് അയാളായിരുന്നു. അയാൾ നമ്മളെ വന്ന് കണ്ടിട്ട് പോയിരിക്കുന്നു. നമുക്ക് പകരം ആരോ അയാളോട് സംസാരിച്ചിരിക്കുന്നു. ഇതെന്തൊക്കെയോ അമാനുഷികമായിട്ട് നടക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. പേടിച്ചു പോയ ശ്രീനിയാണെങ്കിൽ അവരോട് രാവിലത്തെ സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. ആ ജോൾസി മരിച്ചിട്ടില്ലേ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട്. അങ്ങനെ അവർ പറയുന്നത് നിന്റെ ഫോൺ റെക്കോർഡർ അല്ലേ, അയാൾ പറഞ്ഞ എന്താണ് നമുക്കൊന്നുകൂടി കേട്ട് നോക്കാമെന്ന്. അങ്ങനെ അവർ വീണ്ടും അത് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. നിങ്ങളുടെ കൂടെ വന്ന സുഹൃത്തിന്റെ ജാതകമില്ലേ, അത് ഞാൻ നോക്കി. ആ താളിയോലയിൽ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ഇന്നലെ തന്നെ മരിച്ചു. നിങ്ങളുടെ കൂടെയുള്ളത് അവന്റെ ശവം മാത്രമാണ്. ഇത് കേട്ടതും അവരാകെ ഞെട്ടിത്തരിക്കുകയാണ്. തലേന്ന് അവർ ആ ബംഗ്ലാവിലേക്ക് പോയ സമയത്ത് അവനോട് വെച്ച് പേടിച്ചു മരിച്ചിരുന്നു. ഇതെല്ലാം ആലോചിച്ചിട്ട് അവരൊരു മൂലയിൽ പേടിച്ചു വരച്ചിരിക്കുകയാണ്. രാഘവൻ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇവിടെ എന്താണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. അവനാണെങ്കിൽ ഒരു ഓജോബോൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു ആത്മാവിനെ ഇവിടെ നിന്ന് ഓടിക്കാം. എന്നാൽ ആ ഓജോബോളിലേക്ക് വരുന്നത് ഒരു നല്ല ആത്മാവായിരുന്നു. ആ ഒരു ആത്മാവിനോട് അവർ ചോദിക്കുന്നുണ്ട് ഈ റൂമിൽ നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ടെന്ന് പറയുന്നു. അതൊരു ബാഡ് സ്പിരിറ്റ് ആണ്. ബാഡ് സ്പിരിറ്റിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവർ ചോദിക്കുമ്പോൾ ഈ സ്പിരിറ്റ് പറയുന്നത് ഇല്ല എന്നായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് ശ്രീനി പറയുന്നുണ്ട് ഈ റോജോ ബോർഡ് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പറഞ്ഞപ്പോൾ തന്നെ ആ റോജോ ബോർഡ് ആണെങ്കിൽ തനിയെ കത്തി തുടങ്ങി. അങ്ങനെ കത്തി കത്തി ആ റോജോ ബോർഡ് ആണെങ്കിൽ ഒരു ആരോ രൂപത്തിലായി മാറി. എന്നിട്ട് അത് ഇവർക്ക് ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങി. ആദ്യം തന്നെ രാഘവന്റെ നേരെയാണ് ചൂണ്ടി നിൽക്കുന്നത്. ആ സമയത്ത് അവരെ ഞെട്ടിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്ന സുജിത്താകട്ടെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് അവരെ വല്ലാതെ നോക്കിയിട്ട് വീണ്ടും പോയി കിടക്കുന്നു. ആരോ ഇപ്പോഴും രാഘവനെ തന്നെയാണ് ചൂണ്ടി നിൽക്കുന്നത്. അപ്പോഴാണ് അവനൊരു സൗണ്ട് കേൾക്കുന്നത്. തറയിലാണെങ്കിൽ എന്തോ ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് ഇടിക്കുന്ന പോലെയുണ്ട്. അവനെ സൈഡിലേക്ക് നോക്കുമ്പോഴാകട്ടെ ഡിമോണി എന്ന് പറഞ്ഞ ആളുടെ ആത്മാവ് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഒരു ചെറിയ സെക്കൻഡ് മാത്രമേ അവനത് കണ്ടുള്ളൂ. അവൻ ഇത് കൂട്ടുകാരെല്ലാം വിളിച്ച് കാണിക്കുകയും അവിടെ എന്തോ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അവന് കൂട്ടുകാർക്കാണെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന് കണ്ണ് ഫുള്ള് വെള്ളയായി മാറി. താൻ പറയുന്നത് കൂട്ടുകാർ കേൾക്കാതെ കാരണം അവിടെ ഇരുന്നൊരു മാർക്കർ എടുത്തിട്ട് അവൻ ആ ടിവിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു ടിവിയിലാണെങ്കിൽ ഡിമോണ്ടി നമ്മളെ കൊല്ലുവെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ഡിമോണ്ടി അടുപ്പം വന്നിട്ട് ആ ഒരു പാവരാഘവനെ വലിച്ചെടുത്തോണ്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ബാത്റൂം ഇട്ടിട്ട് ക്രൂരമായിട്ട് കൊല്ലുന്നു. നേരത്തെ എങ്ങനെയാണ് വിമലിനെ കൊല്ലുന്ന ആ ടിവിയിൽ കാണിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ രാഘവൻ മരിക്കുന്നത്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഡോർ ആകട്ടെ ശക്തമായിട്ട് വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനിടെ വിമലാണെങ്കിൽ താഴേക്ക് പോയി വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന വെള്ള കന്യാസിൽ അവന് തല പോയി ഇടിക്കുന്നുണ്ട്. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം ആ ഒരു വാതിൽ തുറക്കുന്നു. അപ്പോഴേക്ക് രാഘവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട പറ്റുമെന്ന് വിമല് പറയുന്നു. ആ ടിവിയിൽ കാണിച്ച പോലെ ഞങ്ങൾ രണ്ടുപേരും മരിച്ച ശേഷം നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് അങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശ്രീനിയുടെ കണ്ണ് വെള്ളയായി മാറി. വിമല് പറയുന്നുണ്ട് നീ കണ്ണാടിയിലേക്ക് നോക്കാൻ. അടുത്തതായിട്ട് താനാണ് മരിക്കാൻ പോകുന്നതെന്ന് ശ്രീനിക്ക് മനസ്സിലായി. അവനാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു. അവനാണെങ്കിൽ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ തടയാൻ ശ്രമിച്ച വിമലിനെ ആകട്ടെ അവൻ ഒറ്റയ്ക്ക് താഴേക്ക് വീഴ്ത്തുന്നു. അവിടെ ആകട്ടെ ക്യാനിൽ നിന്ന് വീണ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ പോയി വീണതും നിമിഷ നേരം കൊണ്ട് തന്നെ വിമലാകട്ടെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിമലാകട്ടെ ബാക്കിലേക്ക് പോയി വീണില്ലേ. ആ സമയത്ത് വെള്ള ക്യാൻ പൊട്ടുകയും അതിൽ നിന്ന് വെള്ളം വീഴുകയും ചെയ്തു. മാത്രമല്ല അവിടെ ഇരുന്ന മൊബൈൽ ആകട്ടെ ഓവനിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓവനില് ചെറിയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അതിന്റെ വയറുമായിട്ട് ചേർന്നിട്ടാണ് ആ വെള്ളം വീണുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ വെള്ളത്തിൽ വെച്ചത് വിമൽ വരച്ചത്. എന്നാൽ ശ്രീ മരിക്കേണ്ടടുത്താണ് വിമൽ വരച്ചിരിക്കുന്നത്. അത് കാരണം ശ്രീനിയുടെ കണ്ണ് പഴയ അവസ്ഥയിലായി. അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത ശ്രീനിയാണെങ്കിൽ അവിടെ തന്നെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ റൂമിന്റെ താപനില കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തണുപ്പ് കൂടി അവിടെയെല്ലാം തന്നെ ഐസ് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു ഭാഗത്ത് മാത്രം ചൂടുണ്ട്. അത് ആത്മാവിരിക്കുന്ന ഭാഗമായിരുന്നു. അത് കാരണം ശ്രീനിയാണെങ്കിൽ അവിടേക്ക് എഴുന്നേറ്റ് പോകുന്നു. ഈ ഒരു ഭാഗത്തൂടി മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവന് മനസ്സിലായി. ഇവിടെ ഒരു ദൈവീയ ശക്തിയുണ്ട്. അതിന്റെ പിറകിലായിട്ട് അവൻ ചെറിയൊരു ജനൽ കാണുന്നുണ്ട്. ആ ഒരു ജനലിൽ തല്ലി പൊട്ടിച്ച് അതിനുള്ളിലൂടെ പുറത്തു കടക്കാനാണ് അവന്റെ ശ്രമം.
ആ സമയത്ത് എടാ എന്നെ കൂടി രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് സുജിത്ത് ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നാൽ ശ്രീനി പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വരാൻ. സുജിത്ത് ആദ്യമൊക്കെ നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ വരില്ല എന്ന് കണ്ടതും സുജിത്തിന്റെ ഭാവമൊക്കെ മാറിയിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാന്ന് പറയുന്നു. അത് ശരിക്കും സുജിത്ത് ആയിരുന്നില്ല. പേടിച്ചുപോയ ശ്രീനി ആകട്ടെ ആ ജയിലിലൂടെ താഴേക്ക് പൈപ്പ് വഴി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് കുറച്ചു ദൂരം പോയിട്ട് ഒറ്റ ചാട്ടം ചാടുന്നു. ചാടി അവന് വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷെ അവന്റെ വയറാണെങ്കിൽ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അവൻ ഓടി ചെന്നിട്ട് അടുത്തുള്ള ചായക്കടക്കാരന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെയാണെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കുറെ നേരം കൊണ്ട് ഇവരോട് പറയുന്നുണ്ട് ഞങ്ങളെ രക്ഷിക്കൂ, അവിടെ എല്ലാവരും അപകടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ ഇത്രയും കരഞ്ഞു പറഞ്ഞിട്ട് പോലും അവർ രണ്ടുപേരും ഇവനെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേഷ്യമെന്ന ശ്രീനി ആകട്ടെ അതിലൊരാളെ അടിക്കുന്നുണ്ട്. അവന്റെ കൈയാണെങ്കിൽ അയാളുടെ ശരീരത്തോട് കടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് തന്നെ കാണാൻ പറ്റിയതെന്ന് ശ്രീനി ചിന്തിക്കുന്നു. അവൻ തിരിച്ച് ഓടിപ്പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ കാണുന്നത് അവൻ ആ ജനലിൽ താഴേക്ക് ചാടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് കമ്പിയിൽ അവൻ പോയി വീഴുകയും അവന്റെ വയലിലൂടെ ആ കമ്പി തുളച്ചു കയറുകയും ചെയ്തു. അത് കാരണത്താൽ അവൻ മരിച്ചിരുന്നു. ഇപ്പോൾ ഉള്ളത് അവന്റെ ആത്മാവാണ്. അങ്ങനെ ശ്രീനി ആണെങ്കിൽ ആകെ തകർന്ന് ആ റോഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവന്റെ നേരെ ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. അത് ഓടിച്ചിരുന്നത് സുജിത്താണ്. അവന്റെ കഴുത്തിൽ ആ ഡിമോണ്ടിയുടെ നെക്ലേസും ഉണ്ട്. അപ്പോഴാണ് അവൻ നേരത്തെ രാഘവൻ പറഞ്ഞ കാര്യം ഓർക്കുന്നത്. ആ ഡിമോണ്ടിയുടെ മാല എവിടെ പോയാലും അത് ആ ബംഗ്ലാവിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന്. അത് എടുക്കുന്നവരെല്ലാം തന്നെ മരിക്കുകയും ചെയ്യും. ആ പറഞ്ഞ കഥകളെല്ലാം തന്നെ സത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമയോട് അവസാനിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ എങ്ങനെ ഉണ്ടായ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കാണെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ എത്രത്തിലുള്ള മൂവീസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം കൂടി കമന്റ് ചെയ്യണേ. ഇതുപോലുള്ള രസകരമായിട്ടുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.